കലാകാരന്മാരുടെ മതം കലയാകണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. കലാകാരന്മാരെ മതത്തിന്റെ കണ്ണിലൂടെ കാണരുത്. ആനന്ദാനുഭവം സൃഷ്ടിക്കൽ മാത്രമല്ല, വർഗീയതയ്ക്കും വിഭജനത്തിനുമെതിരെ ശക്തമായ പോരാട്ടവീര്യം നൽകുകയുമാണ് കല ചെയ്യുന്നത്. രാജ്യത്തെ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് നേരെ പോലും ആക്രമണം നടക്കുന്ന സാഹചര്യത്തിൽ കലകളെയും കലാകാരന്മാരെയും മതത്തിന്റെ കണ്ണിലൂടെ കാണുന്നവർക്കെതിരെ ജാഗ്രത പാലിക്കണം. ആനന്ദാനുഭവം സൃഷ്ടിക്കൽ മാത്രമല്ല കലയുടെ ധർമ്മം. വർഗീയതയ്ക്കും വിഭജനത്തിനുമെതിരെയുള്ള പോരാട്ട വീര്യവും കല നൽകുന്നുണ്ട്. ജാതിയുടെയും മതത്തിന്റെയും വേലിക്കെട്ടുകൾ തകർക്കുന്നതിൽ സ്കൂൾ കലോത്സവങ്ങൾ വഹിക്കുന്ന പങ്ക് വലുതാണ്. മത്സരങ്ങൾ നടക്കുന്നത് കുട്ടികൾ തമ്മിലാണെന്നും രക്ഷിതാക്കൾ തമ്മിലല്ലെന്നും മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. 1956 എറണാകുളത്ത് 200 കുട്ടികളുമായി തുടങ്ങിയ യുവജനോത്സവം ഇന്ന് 14,000-ലധികം പ്രതിഭകൾ പങ്കെടുക്കുന്ന മഹാമേളയായി വളർന്നതിൽ അഭിമാനമുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഏഷ്യയിലെ ഏറ്റവും വലിയ കൗമാര കലാമാമാങ്കമായി കലോത്സവം വളർന്നത് പൊതുവിദ്യാഭ്യാസത്തിന്റെ കരുത്ത് തെളിയിക്കുന്നതാണെന്ന് ചടങ്ങിൽ അധ്യക്ഷനായ പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. SSLC ഫലം പ്രഖ്യാപനം പോലെ കലാകായിക മത്സരങ്ങളിൽ ഓരോ വിദ്യാലയങ്ങളുടെയും മികവ് പ്രഖ്യാപിക്കുന്ന പദ്ധതി നടപ്പിലാക്കും. അക്കാദമിക ഇതര വിഷയങ്ങളിൽ മുൻപന്തിയിലെത്തുന്ന ആദ്യ 3 സ്കൂളുകൾക്ക് അടുത്ത അധ്യയന വർഷം മുതൽ ചീഫ് മിനിസ്റ്റേഴ്സ് ഗോൾഡ് കപ്പ് സമ്മാനിക്കുമെന്നും മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. വിവരസാങ്കേതിക വിദ്യയിൽ ആഘോഷം കണ്ടെത്തുന്ന ഒരു തലമുറയെ സഹജീവികളോട് ഉത്തരവാദിത്തത്തോടെ പെരുമാറുന്ന തലമുറയാക്കി വളർത്തുകയാണ് കലോത്സവത്തിന്റെ ലക്ഷ്യമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ പറഞ്ഞു. ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു, കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക സഹമന്ത്രി സുരേഷ് ഗോപി എന്നിവർ മുഖ്യാതിഥികളായി. വൈദ്യുത വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി, പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി, MP-മാരായ കെ രാധാകൃഷ്ണൻ, ബെന്നി ബെഹനാൻ, കോർപ്പറേഷൻ മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ, MLA-മാർ പത്മശ്രീ കലാമണ്ഡലം ഗോപി, പത്മശ്രീ പെരുവനം കുട്ടന്മാരാർ, പത്മശ്രീ IM വിജയൻ, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, സിറ്റി പോലീസ് കമ്മീഷണർ നകുൽ രാജേന്ദ്ര ദേശ്മുഖ്, നടി റിയ ഷിബു എന്നിവർ സംസാരിച്ചു.